പണം ട്രാൻസ്ഫർ ആവാൻ എത്ര ദിവസം എടുക്കും? $22.35 ആണ് എനിക്കിവിടെ വന്നിട്ടുള്ളത്. ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അമൗണ്ട് ഇതുപോലെ ആയിരിക്കും ട്രാൻസാക്ഷൻ നടക്കുക. അങ്ങനെയാണ് എനിക്ക് 6550 രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. ഫെബ്രുവരി 17 എൻ്റെ പേപാൽ അക്കൗണ്ടിലേക്ക് $21.66 വന്നു. നിങ്ങളുടെയും പേപാൽ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻ നടക്കുന്നത് ലണ്ടനിലും യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ ഉള്ള വർക്ക് നിങ്ങൾ ഇന്ത്യയിൽ നിന്നും വർക്ക് ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഏണിങ്സ് പേപാൽ വന്നാണ് നിങ്ങൾക്ക് പേയ്മെന്റ് ലഭിക്കുന്നത്. ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ടെക്വേ. എന്താണ് പേപാൽ അക്കൗണ്ട്, എങ്ങനെ പേപാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എന്തിനാണ് പേപാൽ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റു വീഡിയോസ് ഞാൻ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഇവിടെ ഐ ബട്ടണിലോ അല്ലെങ്കിൽ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലോ അതിന്റെ ലിങ്ക് ഉണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബ് കമന്റ് സെക്ഷനിലായാലും ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യമാണ്, നമ്മുടെ പേപാൽ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട്, അത് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, പക്ഷെ അത് ബാങ്കിൽ കാണിക്കുന്നില്ല, എന്തുകൊണ്ട്? അതുപോലെ പേപാൽ അക്കൗണ്ടിൽ നിന്നും ബാങ്കിലേക്ക് പണം ട്രാൻസ്ഫർ ആവാൻ എത്ര ദിവസം എടുക്കും, എത്ര സമയമെടുക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മുടെ പേപാൽ അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു പേപാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം KYC അപ്ഡേറ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് പേപാലുമായി ലിങ്ക് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിന് പലവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ആകാൻ വേണ്ടി നമ്മൾ 2 സ്മോൾ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി വളരെ പാടാണ്. അതിന് പകരമായി നമുക്ക് ആ ഒരു ബാങ്ക് ലിങ്ക് ചെയ്യുന്ന ഒരു കാര്യം അവിടെ മാറ്റിവെച്ച ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ചെയ്താൽ മതിയാവുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ലിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പേയ്മെന്റ് റിസീവ് ചെയ്യാനും അതുപോലെ സെൻഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പേപാൽ അക്കൗണ്ട് ആക്റ്റീവ് ആവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ പേപാൽ അക്കൗണ്ടിലേക്ക് വന്ന പണം എങ്ങനെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു, എപ്പോഴാവുന്നു, എങ്ങനെയാവുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ഇതാണ് എൻ്റെ പേപാൽ അക്കൗണ്ട്. പേപാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഏറ്റവും മുകളിലായി ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുന്നു. ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്താൽ നമുക്ക് പേപാലിൽ വന്ന അമൗണ്ട് കാണാം. ഇപ്പോൾ എനിക്ക് ഇവിടെ $72.35 ആണ് എനിക്കിവിടെ വന്നിട്ടുള്ളത്. അതായത് €65.95 എനിക്ക് സെൻഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു അമൗണ്ടാണ് ഇവിടെ $72.35 ആയിട്ട് കാണിക്കുന്നത്. അതായത് യൂറോയിൽ നിന്ന് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു അമൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് $72.35 ഇന്ത്യൻ റുപ്പീസ് എത്ര കിട്ടുമെന്ന് നോക്കാം. അതിനുവേണ്ടി ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നു, സെർച്ച് ചെയ്യുക. 72.35 INR ടുഡേ റേറ്റ്. അപ്പോൾ 5445 റുപ്പീസാണ് കാണിക്കുന്നത്. €70 ആയിട്ടാണ് എനിക്ക് ഈ ഒരു അമൗണ്ട് വന്നിട്ടുള്ളത്. പേപാൽ കമ്പനി എന്നിൽ നിന്ന് ഫീസ് ഈടാക്കിയിട്ടുള്ളത് €4.05 ആയിട്ടാണ് അവർ ഈടാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് €65.95 ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അമൗണ്ടിൽ നിന്നും കുറച്ച് അമൗണ്ട് അവർ ഫീസായിട്ട് ഈടാക്കുന്നതാണ്. അങ്ങനെ ഫെബ്രുവരി 12 ഞാൻ വീണ്ടും ഈ ഒരു പേപാൽ അക്കൗണ്ട് ചെക്ക് ചെയ്തു. എൻ്റെ പേപാൽ അക്കൗണ്ടിലുള്ള മുഴുവൻ ബാലൻസും 00 ആയിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു അമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക്. ഇതിന് മുമ്പ് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പേപാലിൽ നമുക്ക് മാനുവലായിട്ട് നമുക്ക് വേണ്ട സമയത്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇല്ല, അവർ വെട്ടിക്കളഞ്ഞു. ഇന്ത്യയിൽ നിന്ന് ആ ഒരു ഓപ്ഷൻ അവർ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ നമുക്ക് ഓൺലി ഓട്ടോമാറ്റിക്കായിട്ട് അവർ തന്നെ നമ്മളുടെ അമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ റീസെൻ്റ് ആക്ടിവിറ്റി ഓപ്പൺ ചെയ്താൽ നമുക്കിവിടെ കാണാം. ഇവിടെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ആയിട്ടുള്ളത് ഇവിടെ $6550 നിങ്ങൾക്ക് അമൗണ്ട് കാണാം. അതായത് എനിക്ക് വീണ്ടും ഇന്നലെ ഫെബ്രുവരി 11 2 പേയ്മെൻറ്റാണ് വന്നിട്ടുള്ളത്. ഒന്ന് €13.81 അതുപോലെ €65.95. ഈ 2 അമൗണ്ടും കൂട്ടിച്ചേർത്താണ് ഒന്നിച്ചാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പിറ്റേ ദിവസം ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. അത് ഓരോന്നായിട്ടല്ല ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. ഫെബ്രുവരി 11 2 പേയ്മെൻറ്റാണ് വന്നിട്ടുള്ളത്. ആ 2 പേയ്മെൻറ്റും ഫെബ്രുവരി 12 എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഒരേ സമയത്താണ് അത് ട്രാൻസ്ഫർ ആയി കിട്ടുന്നത്. അല്ലാതെ ഒരു എമൗണ്ട് വന്നു, അത് ട്രാൻസ്ഫർ ആയി, അതിനുശേഷം വേറൊരു എമൗണ്ട് ട്രാൻസ്ഫർ ആവുന്നു. ആ ഒരു രീതിയിൽ നിന്ന് മാറി ഒരേ സമയത്താണ് 2 എമൗണ്ടും ട്രാൻസ്ഫർ ആയി കിട്ടുന്നത്. ഇനി നമുക്ക് ഫെബ്രുവരി 11 വന്ന ആ ഒരു അമൗണ്ട് നമുക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എപ്പോഴാണ് ട്രാൻസ്ഫർ ആകുന്നത് നോക്കാം.
അതിനുവേണ്ടി ഞാൻ ഇവിടെ ആ ഒരു സമ്മറി ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഫെബ്രുവരി 11 എനിക്ക് ഈ ഒരു എമൗണ്ട് വന്നത് പേപ്പാലിലേക്ക്. അതിനുശേഷം ഫെബ്രുവരി 12 5:30 AM ഈ ഒരു എമൗണ്ട് അവർ ട്രാൻസ്ഫർ ആക്കിയിട്ടുള്ളത്. ഇനി അത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ഒരു സമയത്ത് തന്നെ എത്തുന്നതല്ല. ഈ ഒരു 6550 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി കിട്ടുന്നത് ഫെബ്രുവരി 15 1:29 PM ഇത്ര സമയമെടുത്താണ് ഇത്തരം ട്രാൻസാക്ഷൻ നടക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങളുടെ എമൗണ്ടും ഇതുപോലെ ആയിരിക്കും ട്രാൻസാക്ഷൻ നടക്കുക. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതിൽ നിന്ന് പേപ്പാലിൽ നിന്ന് പണം ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്, ബാങ്കിലേക്ക് പണം എത്തിയിട്ടില്ല എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് സംഭവം. ഇത്രയും സമയം എടുത്താണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് ഫെബ്രുവരി 12 ഇതുവരെയായിട്ട് പേയ്മെൻറ്റ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. പേപ്പാലിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. €70 പ്ലസ് 15 ടോട്ടൽ 79.76 ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്ക് 6550 രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. €1 എനിക്ക് തന്ന റേറ്റ് 82 രൂപയാണ്. അങ്ങനെ ഫെബ്രുവരി 15 6550 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. വേറൊരു ട്രാൻസാക്ഷൻ കാണിക്കാം ഞാൻ. അതുപോലെ ഗൈസ് ഫെബ്രുവരി 17 എൻ്റെ പേപ്പാൽ അക്കൗണ്ടിലേക്ക് $21.66 വന്നു. ആ ഒരു എമൗണ്ടിൽ നിന്നും പേപ്പാൽ കമ്പനി ഫീ ആയി ഈടാക്കിയിട്ടുള്ളത് $1.48 ആ ഒരു എമൗണ്ടിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളത് $20.18 ഫെബ്രുവരി 17 എമൗണ്ട് വന്നത്. ഇതുവരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടില്ല. അങ്ങനെ ഫെബ്രുവരി 18 5:25 AM ഈ ഒരു പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത്. അത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നത് ഫെബ്രുവരി 19 1:29 PM അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ പേയ്മെന്റ്. ഇതുപോലെ ട്രാൻസാക്ഷൻ നടക്കാൻ ഇത്രയും ഗ്യാപ്പ് വരും. നേരത്തെ €1 ആയിരുന്നു ട്രാൻസ്ഫർ ആയത്, ഇപ്പോൾ ഡോളറാണ് ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. ഇവിടെ എനിക്ക് $1 കിട്ടിയ റേറ്റ് 72 രൂപയാണ്. $20 കിട്ടിയത് 1458 ഇന്ത്യൻ റുപ്പീസാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെയും പേപ്പാൽ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. നിങ്ങൾ പണിയെടുത്ത പേയ്മെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് പേപ്പാൽ വരിക. ലണ്ടനിലും യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ ഉള്ള വർക്ക് നിങ്ങൾ ഇന്ത്യയിൽ നിന്നും വർക്ക് ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഏണിങ്സ് പേപ്പാൽ വന്നാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലഭിക്കുന്നത്. ഇത്തരം പേയ്മെൻറ്റുകൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ ഇത്രയും സമയങ്ങൾ എടുത്താണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ ആവുന്നത്. ഇത്രയും സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലഭിക്കുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായി തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.